സാറേ സാറ് പേരെന്താണ്? എൻ്റെ പേര് ജോസ്. ജോസ് സാറ്. ഇത് തക്കാളിയില്ലേ? ഇത് ഏത് തക്കാളിയാണ്? ഇത് ഹൈബ്രിഡ് വാങ്ങിയതാണ്. ഹൈബ്രിഡ് വാങ്ങിയതല്ലേ? ഒരു മരട്ടപ്പത് ഒരു മരട അടുപ്പം കൂടി പോയില്ലേ? അങ്ങനെ കായ് കിട്ടിയ പ്രാവശ്യം കായ് കിട്ടിയില്ലേ? കുറെ പറിച്ചില്ലേ? പ്രാവശ്യം കയ്യാറായില്ലേ? ഇത് കുഴപ്പം എന്താ സംഭവം എന്ന് വെച്ചാല് മരുന്ന് അടിക്കാത്തതുകൊണ്ട് കേടുണ്ടായി, പുഴുക്കേടുണ്ടായി. നമ്മള് ഓർഗാനിക് ആണ് നമ്മൾ ചെയ്യണല്ലേ? നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് മാത്രം ചെയ്യണതാണ്. കുറച്ച് കൂടുതൽ ആർക്കും അയൽവാസിക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ മരുന്നടിക്കേണ്ട ഇതാണ്. പക്ഷെ മരുന്നടി നമ്മൾ തെറ്റിക്കൂല. പക്ഷെ എന്തായാലും കായ് ഉണ്ടല്ലോ, മരുന്ന് അടിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പം. പക്ഷെ കായ് നല്ലതുണ്ടല്ലേ? ഇത് നമ്മളൊരു ആപ്പിൾ തക്കാളി പോലെ അല്ലേ? ഒരു നല്ല തക്കാളി, നല്ല വലിപ്പുള്ള തക്കാളി അല്ലേ? ഏകദേശം എത്ര പറിച്ചില്ല? ഇതിന് 80 കിലോ പറിച്ചിട്ടുണ്ടാവൂലേ? 10 കിലോ പറിച്ചൂലേ? കുറെ കൃഷികളുണ്ടല്ലോ ഇവിടെ. പയറില്ലേ? ഇത് പയറില്ലേ? ഇത് ഏകദേശം പറിച്ചില്ലേ സാറേ? പിന്നെ ഇതെന്താണ്? ക്യാബേജില്ലേ? ഇത് ക്യാബേജ്. ഏകദേശം കുറച്ച് ക്യാബേജ് ഉണ്ട്. ഏകദേശം വിളവെടുത്തില്ലേ? ഇവിടെ കോളിഫ്ലവർ ഇല്ലേ? ആ വിളവെടുപ്പ് കഴിഞ്ഞില്ലേ? ഏകദേശം കുഴപ്പമില്ലാത്ത വളം ഉണ്ടായില്ലേ? കഴിഞ്ഞില്ലേ? ഇതിപ്പോ ക്യാബേജില്ലേ? ക്യാബേജ് ഏകദേശം പറിച്ച് കുറച്ച് കഴിഞ്ഞില്ലേ? ക്യാബേജ് എങ്ങനെ ഉണ്ട്? കാബേജ് കുറച്ച് മയില് ആക്രമിച്ചു. ഇത്ര ഈ കെട്ടിയിട്ട് മയിൽ ആക്രമിച്ചു. കർഷകർക്ക് ഒരു ഭാഗത്തൂടെ മയിൽ കയറി അതിന്റെ ആണ് ഈ ഇലയെല്ലാം തിന്നു കഴിഞ്ഞ. ഇപ്രാവശ്യം ഇപ്പൊ കർഷകർക്ക് ഭയങ്കര പ്രതിസന്ധി. മയിലും പന്നി ഭയങ്കര പ്രശ്നം. ഇത് കേബേജില്ലേ? ഇത് പിന്നെ വയലറ്റ് കേബേജ്. ഇത് പൊതുവെ ഇവിടെ കേരളത്തിലൊന്നും കൃഷി ചെയ്യാത്തൊരു സാധനമാണല്ലോ. ഇത് ഉണ്ടാവും പറഞ്ഞ് തന്നതാണ്. ഉണ്ടാവുണ്ടല്ലോ, ഉണ്ടാവും. ഇത് സലാഡിന് ഫസ്റ്റാ. അതായത് നമ്മള് ഇതേ മരുന്നൊന്നും അടിക്കാത്തോണ്ട്, വിഷം അടിക്കാത്തോണ്ട് ഇല പച്ചക്ക് തിന്നാൻ പറ്റും. പച്ചക്ക് അങ്ങനെ തിന്നാം. അതാണ് ഇതിന്. വിദേശത്തൊക്കെ ഇത് പച്ചക്ക് അരിഞ്ഞിടും. ഇത് ഈ കാബേജ് ഉണ്ടല്ലോ, ഗൾഫിലൊക്കെ സലാഡിന് ഉപയോഗിക്കുന്ന സാധനം. എനിക്കറിയാം. അങ്ങനറിയാം, ഫസ്റ്റ് സാധനം. അപ്പൊ ഇത് പറിച്ചിട്ട് ഇത് പറിച്ചിട്ടില്ല. ഇത് ഈ പ്രാവശ്യത്തെ ഇതിന്റെ തൈ മോശമായി പോയി. എന്നാലും ഏകദേശം ഇത് ഏകദേശം വലിപ്പം വെക്കും. ഇത് കുറച്ചുകൂടെ വലുതാവും, ഒന്നുകൂടി വലുതാവൂലേ? വലുതാവൂലേ? പക്ഷെ ഇതിന്റെ തൈയുടെ ഏനം കുറച്ച് ക്വാളിറ്റി കമ്മിയായിട്ട് കൊണ്ട് കുറച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം നല്ല ഉണ്ടായില്ലേ? അതുകൊണ്ടാണ്. പക്ഷെ ഇതൊന്നും പൊതുവെ നമ്മളെ കേരളത്തിൽ കാണില്ലല്ലോ. ഈ വയലറ്റ് ബീട്രൂട്ട് ഒന്നും ഉണ്ടായിക്കണല്ലേ? ഇവിടെയൊക്കെ കണക്കുണ്ടോ? ഇവിടെയൊക്കെ അല്ലേ? ഇതൊക്കെ വയലറ്റ് അല്ലേ? അല്ല, കാണാൻ നല്ല രസല്ലേ? നല്ല കാണല്ലോ അല്ലേ? നല്ല ഗോൾഡും ഒരു വയലറ്റും കളർ അല്ലേ? ഇതിങ്ങനെ വരുന്നുള്ളൂ അല്ലേ കായ് അല്ലേ? ഇതിങ്ങനെ ആണുള്ളൂ കായ്. ആകാൻ താമസിച്ചത് മോശമായി പോയില്ലേ? ഏകദേശം എല്ലാം ഉണ്ടല്ലേ? ഇതെന്താ ബീട്രൂട്ടാ? ബീട്രൂട്ട് അല്ലേ? ബീട്രൂട്ട് ആവശ്യം ആയിക്കൊണ്ടിരിക്കണുള്ളൂ അല്ലേ? ഇതൊരു നല്ല രസമുണ്ട് കാണാൻ. ഈ നല്ല രസം സാർ. ഇത് പിന്നെ കോളിഫ്ലവർ അല്ലേ? അത് വിളവെടുക്കാൻ ആയിട്ടില്ല, ആണുള്ളൂ അല്ലേ? അതെ. ഇതൊരു മഞ്ഞ കളർ വരുന്നുണ്ടല്ലേ? ഇതെന്തൊരു മഞ്ഞ കളറാ? അങ്ങനെ ആ കളർ വരൂലേ? നല്ല ഉഷാറായിട്ടോ, അടിപൊളി. ഇതിങ്ങനെ വരൂലേ? വയലറ്റ് കളറില് ഇതില്ലേ? നല്ലൊരു മഞ്ഞ ഇതില്ലേ? വൈറ്റ് അല്ലാതൊരു മഞ്ഞ കളറില്ലേ? ഇച്ചിരി ആകാണ്ടല്ലേ? ഷായില്ലേ? ഇത് പയറില്ലേ സാറേ? ഹൈബ്രിഡ് ആണല്ലേ? നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിയും ഇതിലുണ്ട്. തക്കാളി ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. എന്തൊക്കെയുണ്ട്? പയറുണ്ട്, കോവക്കുണ്ട് എന്ന് പറഞ്ഞാണ് നിങ്ങൾ. എന്തൊക്കെയുണ്ട്? പയറ്, കോവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ട്. കൊടുത്തു, മടുത്തു. തക്കാളി ഉപയോഗിക്കാൻ മിച്ചം കൊടുത്തു. പാവയ്ക്ക ഇഷ്ടംപോലെ കിട്ടി. ഇനിയിപ്പോ ചീര, മുളക്, ചീര, വാഴക്ക, കപ്പ, കോളിഫ്ലവർ, ബീട്രൂട്ട്, പിന്നെ കരിമ്പുണ്ട് അല്ലേ? കരിമ്പുണ്ട്. കരിമ്പ് എങ്ങനെ? കരിമ്പ് ഞങ്ങള് 80 കരിമ്പ് മുറിച്ചിട്ട് നീരെടുത്തു അവിടെ കൊടുത്തിട്ട് മിഷീനിൽ കൊടുത്തിട്ട് ശർക്കര പോലെ ശർക്കര പാനിയാക്കി. ബാക്കി കൂടെ ചെയ്യാൻ സമയം കിട്ടാം. എന്താ ചെയ്തത്? അത് ഒരു 2-3 ആഴ്ച മുമ്പ് കുറച്ച് സാമ്പിളിന് ഞാൻ നോക്കി. എങ്ങനെയുണ്ട്? ഒന്നാന്തര ശർക്കര പാനി കിട്ടും. മതി. അവ എല്ലാതും ഉണ്ട് ഈ കൃഷി എടുത്തില്ലേ? എല്ലാം ക്ലിയർ ഉണ്ടല്ലേ സാർ? ഇത് മുളകല്ലേ? എല്ലാം ഓർഗാനിക് മുളകല്ലേ? പറിക്കലുണ്ടല്ലേ? ഒന്നും വീട്ടാവശ്യത്തിന് ഒന്നും പറിക്കൂലേ? കുറച്ച് കൊടുക്കാനും കിട്ടൂല. നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കലേ?
ആ സാറേ ഇതേത് ചക്ക? വിയറ്റ്നാം എയർലി. വിയറ്റ്നാം. ആ അത് വിയറ്റ്നാം എയർലി. എയർലി. ആ ഇത് ഫസ്റ്റ് കൊല്ലത്ത് ഫസ്റ്റ് കഴിച്ചാണ്. ആദ്യമായിട്ട് കഴിക്കണം. കൊല്ലം ആദ്യമായിട്ടില്ലേ? ആദ്യമായിട്ട് കഴിച്ചു. ആ നേരത്തെ തന്നെ പറിക്കാലോ. ഒരെണ്ണം പറിച്ചു. ഒരെണ്ണം പറിച്ചു. ആ ഒരെണ്ണം കട്ട് ചെയ്ത് കാണുന്നുണ്ട് അല്ലേ? ആഹാ എല്ലതും ഉണ്ട്. ഇത് ഇത് മുരിങ്ങക്കായ് മൂത്തിട്ടില്ല. മൂത്തിട്ട് ആണുള്ളൂ. ആ ഇതാണുള്ളൂ അല്ലേ? ആ നിറച്ച് കഴിക്കും. ഇത് തൈ ചെറിയ തൈയാണല്ലോ. കായയുടെ വെയിറ്റ് കാരണേ തല ഒടിഞ്ഞു പോയി. ഇത്ര ഉണ്ടായതല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് പറിക്കാറായിട്ടില്ലല്ലേ? ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ഏകദേശം ആയിക്കൊണ്ടിരിക്കണല്ലേ? ഇപ്പൊ ഏകദേശം നല്ല മാർക്കറ്റുമാണ് ഈ മുരിങ്ങക്കായ്ക്ക്. ആ ഇപ്പൊ 100-150 തൊട്ട് നല്ല വിലയാണ് ഇതിന്. ഇതിപ്പോ നിങ്ങൾക്ക് ആവശ്യത്തിന് പറിക്കുക പറിക്കൂലേ? ആ ഇത് നല്ല വിലയാ. മതി. ആ 2 പറിച്ചാൽ മതിയല്ലോ. സാമ്പാറിന് 2 മതിയാവുമല്ലോ. അങ്ങനെ ചെയ്യണല്ലേ?